അങ്ങനെ എല്ലാവരുടെയും. പിന്നെ ലാസ്റ്റാണ് എൻ്റെ ചെയ്യാനിരുന്നത്. എൻ്റെ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടി വന്നു. കാരണം ഒന്നാമത് ഞങ്ങൾ അവിടെ നിന്ന് ഒരാളൊരു ഫാമിലിയിൽ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ നമ്മളെ മാറ്റിയിട്ടാണ് അടുത്ത ആളുടെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഇരുന്ന ചേട്ടൻ എൻ്റെ ചെയ്തത്. ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നു. നല്ല സമയം എടുത്ത് ചെയ്തു എൻ്റെ മുടി. കാരണം കുറേ സമയം എടുത്തു. കാരണം ബാക്കി എല്ലാവരും പെട്ടെന്ന് കഴിഞ്ഞു. എൻ്റെയും കുഞ്ഞിൻ്റെയാണ് സമയം എടുത്തത്. അപ്പോൾ എൻ്റെ മുടി 2 സൈഡിൽ ഇങ്ങനെ ഇത് കെട്ടിയിട്ടിട്ട് അവർ ചെയ്തത്. കെട്ടിയിട്ടിട്ട് നടുക്കുന്ന് ചെയ്യുമായിരുന്നു. അത് ചെയ്ത സമയത്ത് നമുക്ക് എന്താ പറയാൻ അറിയാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം നമ്മളിങ്ങനെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് അവിടെ പോയിരിക്കുന്നതും പിന്നെ മുടി ഇങ്ങനെ കളയുന്നതെന്നൊക്കെ പറഞ്ഞത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. മുടി പോകുന്നതിൽ എനിക്ക് അങ്ങനെ വിഷമം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓൾറെഡി നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു വിഷമമൊന്നുമില്ല. മുടിയാണല്ലോ, അത് പിന്നെയും വന്നോളും, ആ ഒരു ഇതിലായിരുന്നു. എന്നാലും അത് ഇങ്ങനെ ഓരോ മുടിയും നമ്മുടെ ഫ്രണ്ടിൽ വന്ന് വീഴുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ എൻ്റെ മുടി ഇങ്ങനെ മുട്ടയടിക്കുമെന്നോ ഇങ്ങനെ മുട്ടയടിക്കേണ്ടി വരുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇതിപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നേർച്ച ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണ് നമുക്കൊരു സാഹചര്യം കിട്ടിയത് വരാനായിട്ട്. അങ്ങനെ ഫുള്ള് സൈഡിലും എല്ലാം കളഞ്ഞു. അപ്പം മുടി ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് 2 സൈഡിലും ചെയ്തു. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് അത് എടുത്തുകൊണ്ട് അപ്പം തന്നെ പോയി. ബാക്കി ആ ചേട്ടൻ ഇങ്ങനെ അത് ഫുള്ളായിട്ട് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു തന്നു. എല്ലാ സൈഡിലും എല്ലാം നല്ലപോലെ ചെയ്തു തന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മുടി മുട്ടയടിച്ച് കഴിഞ്ഞിട്ടുള്ള ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ഫീലിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. നമുക്ക് തലയിൽ ഭയങ്കര ഒരു സുഖം, തണുപ്പോ തല്ലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര തണുത്ത ഒരു ഇതായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ട് വേണം, കളഭം തേച്ചിട്ടാണ് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങ് പോയി. പിന്നെ എന്ന് വെച്ചാൽ ഇത് ചെയ്ത് എനിക്ക് തോന്നുന്നു അന്ന് ദിവസം ഇങ്ങനെ തന്നെ ഇരുന്നു. അതിൻ്റെ അടുത്ത ദിവസം തന്നെ മുടികൾ ഇങ്ങനെ കിളുക്കാനായിട്ട് തുടങ്ങി. ഇപ്പം എനിക്കൊന്ന് 2-3 ദിവസമായി. ഇപ്പം തന്നെ തലയിൽ ഇങ്ങനെ നമുക്ക് കുറ്റി പോലെ വന്ന് ഫുൾ ബ്ലാക്ക് കളറായി, കുറ്റി പോലെ മൊത്തം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേർച്ചയുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് അപ്പോൾ മനസ്സിലാവും. പിന്നെ ചേട്ടൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നോക്കി വീണ്ടും എന്തെങ്കിലും ചെറുത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ലപോലെ കളഞ്ഞൊക്കെ തന്നു. പിന്നെ കുഞ്ഞിൻ്റെയും ആ ചേട്ടൻ തന്നെ മറ്റേ ചേട്ടൻ ചെയ്തപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു തന്നു. കുറേ സമയം എടുത്ത് എൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്ത് വെച്ചു. കാരണം പിന്നെ ആണെങ്കിലും നമുക്ക് കാണാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഫുള്ള് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ 2-3 പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ആയിട്ട് ഇടാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്കാണെങ്കിലും പിന്നെ കാണാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട്. അങ്ങനെ നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പിന്നെ ഇത് റോഡിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചെയ്ത് എൻ്റെ ഫൈനൽ കളഭമൊക്കെ തേച്ചിട്ടുള്ള ഒരു ഇതാണ്.